അച്ഛാ. അവളുടെ നാവിൽ നിന്നും ആ വിളി അയാളുടെ കാതുകളിലേക്ക് ഒഴുകിയിറങ്ങിയ നിമിഷം അയാളൊന്ന് അനങ്ങി. ഒരു മകളുടെ സ്നേഹം അയാളെ ഉണർത്തിയെങ്കിലും ശരീരം വഴങ്ങാതെ വീണ്ടും വാസുദേവൻ അബോധാവസ്ഥയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. ആ സമയം അവിടെ കൂടിയവരിൽ ആരൊക്കെയോ ചേർന്ന് വാസുദേവനെ ഒരു കാറിലേക്ക് കിടത്തി. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ആ കാർ അതിവേഗം ഓടി തുടങ്ങിയിരുന്നു. അവളും ആ കാറിൽ അയാൾക്കൊപ്പം ചേർന്നിരുന്നു. ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികൾ അവളെ തൊടാതെ ഒഴുകിയിറങ്ങി. അവൾക്ക് പറയാനുണ്ടായിരുന്നു അയാളോട്. അയാൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന അവളെ ഇനി കേൾക്കാൻ പറ്റുമോ എന്നറിയാതെ കിടക്കുന്ന ആ കണ്ണിലേക്ക് നോക്കി അവൾ പറയുന്നുണ്ടായിരുന്നു, അച്ഛാ കേൾക്കച്ഛാ, കണ്ണു തുറക്ക്. ഞാൻ അയാളെ കണ്ടു. ആ കാറിൽ അയാളായിരുന്നു അച്ഛാ. ആ മുഖം ഞാൻ ശരിക്കും കണ്ടു. അവൾ വിതുപ്പിക്കൊണ്ട് പറഞ്ഞത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആകെ കേൾക്കുന്ന ഒരാൾ അയാളായിരുന്നു. അയാളിപ്പോ മരണത്തിനും ജീവിതത്തിനിടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രതീക്ഷയും തരാതെ. സംഭവിച്ചതൊന്നും അറിയാതെ പാലക്കാട്ടേക്കുള്ള യാത്രയിലായിരുന്നു ഹരി. അപ്പോ തൃശ്ശൂരിൽ നിന്നും ബസ്സിലായിരുന്നു യാത്ര. കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല അവൻ. അവിടെ എത്തുന്നതുവരെ ചിന്തിക്കാനും കണക്കുകൾ കൂട്ടുവാനും ഒരുപാടുള്ളത് കൊണ്ട് മറ്റൊന്നിലും അവന്റെ ശ്രദ്ധ പോയില്ല. KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി പുറത്തേക്ക് കടക്കുമ്പോൾ മുന്നിൽ ഒരു പരിചയക്കാരന്റെ ഓട്ടോ ഉണ്ടായിരുന്നു. ഹാ ഹരി, നീ ഇതെപ്പോ ഇറങ്ങി? അവന്റെ ചോദ്യം കേട്ട് ഹരി ഒന്ന് പുഞ്ചിരിച്ചു. നാട്ടിലേക്കാണെങ്കി വാ, കേറ്, ഞാനും അങ്ങോട്ടേക്കാ. ഹരി തലയാട്ടിക്കൊണ്ട് ആ ഓട്ടോയിൽ കയറി. എന്താടാ നിന്നെ കുറിച്ചൊക്കെ ഈ കേൾക്കുന്നത്? നീ ആ പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ, പിന്നെന്താ? ഏയ് ഒന്നുമില്ലടാ, ജാതകത്തിൽ അങ്ങനെ 2 യോഗം ഉണ്ടായിരുന്നു. പെണ്ണ് കേസിൽ ജയിലിൽ കിടക്കണമെന്ന്. അതങ്ങ് കഴിഞ്ഞു. ഇനി ഒരു ശത്രു സംഹാരം കൂടി നടത്താനുണ്ട്. അതും കൂടെ കഴിഞ്ഞാലാ ജാതകത്തിൽ തെളിഞ്ഞു കണ്ട ആ ദോഷങ്ങ് മാറൂ. ഹരി ഒന്ന് ചിരിച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് മിഴിയൊന്നുമ്പോ കൂട്ടുകാരൻ ഡ്രൈവിങ്ങിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ അളിയനിപ്പോ വലിയ സെറ്റപ്പിലാണല്ലോ നടപ്പ്. എവിടെ നിന്നോ കുറച്ച് കാശ് കയ്യിൽ വന്നിട്ടുണ്ട്. ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു കുറച്ചതാണോ എന്തോ. ആ പിന്നെ 2 ദിവസം മുന്നേ തൊടിയിലെ മരങ്ങൾ മുഴുവൻ അവൻ വെട്ടി കാശാക്കിയത് വേറെയും. നീ പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അതാവും പെട്ടെന്ന് അങ്ങനെ വെട്ടിമാറ്റിയത്. അയാള് വിൽക്കട്ടെ, അണയാൻ പോകുന്ന തീയിന്റെ ആന്തലാണെന്ന് കരുതിയാ മതി. ഹരി ഉള്ളിൽ നീറി പടർന്ന കണ്ണിൽ പൊള്ളി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. കണ്ണാടി ടൗൺ എത്തുന്നതിന് തൊട്ടു മുന്നേ ഓട്ടോ എത്തുമ്പോൾ ഹരി പെട്ടെന്ന് ഓട്ടോ നിർത്താൻ ആവശ്യപ്പെട്ടു. അവിടെ കണ്ട ഒരു കടയിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട്, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, എനിക്കിവിടെ ഒരാൾ കാണാനുണ്ട്, നീ വിട്ടോ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ നിന്നിറങ്ങി. ശരിടാ, എന്ന് വൈകിട്ട് കാണാം എന്നും പറഞ്ഞ് അവൻ ഓട്ടോ മുന്നോട്ടെടുക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഹരി കൈ ഉയർത്തി കാണിച്ചു. ഓട്ടോ കൺമുന്നിൽ നിന്നും പോയ ശേഷം ഹരി പതിയെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. പിന്നെ കുറച്ചപ്പുറത്തുള്ള കട ലക്ഷ്യമാക്കി നടന്നു. കടയ്ക്ക് മുന്നിൽ 2-3 ആളുകളുണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം ഹരി ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. എന്താ വേണ്ടത്? അവിടെ ഇരിക്കുന്ന ചോദിച്ചുകൊണ്ട് മുഖം ഉയർത്തിയതും മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ട് അവൻ ഭയത്തോടെ ചാടി എഴുന്നേറ്റു. ഹരിയേട്ടൻ എപ്പോ? അവൻ വാക്കുകൾ കിട്ടാതെ വിക്കി വിക്കി ചോദിക്കുമ്പോൾ ഹരി പുഞ്ചിരിച്ചു. ഇവിടോട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അതൊക്കെ പോട്ടെ, നീ ഇവിടെ ഇരിക്ക്, എനിക്ക് ചിലത് അറിയാനുണ്ട്. ഹരി തന്റെ മുന്നിൽ കിടക്കുന്ന കസേരയിലേക്ക് ഇരുന്ന് അവൻ നേരെ നോക്കുമ്പോൾ യാന്ത്രികമെന്നോണം അവൻ ഉയരുന്നു. എന്നാ ഇനി പറ മനീഷേ, അന്ന് കാർത്തിക് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിന്റെ കൈ തന്ന കാശില്ലേ, അതെന്താ നീ ഇടാഞ്ഞേ? അവന്റെ ചോദ്യം കേട്ടപ്പോ പെട്ടെന്നൊരു ഉത്തരം കിട്ടാതെ ഒന്ന് പരിങ്ങിയവൻ. അത് പിന്നെ ഹരിയേട്ടാ, ഞാനന്ന് കാശ് ഇട്ടതാ, വല്ല നെറ്റ് പ്രോബ്ലം കാരണ. അത് പറഞ്ഞ് തീരും മുമ്പേ ഹരി എഴുന്നേറ്റ് അവന്റെ കവിൾ നോക്കി ഒന്ന് പൊട്ടിച്ചതും ഒരുമിച്ചായിരുന്നു. കിട്ടിയ അടിയുടെ ആഘാതത്തിൽ മനീഷ് നിലതെറ്റി കസേരയോടൊപ്പം നിലത്തേക്ക് വീണു. ഇപ്പോ നിന്റെ നെറ്റ്വർക്ക് പ്രോബ്ലം തീർന്നിട്ടുണ്ടാവുമല്ലോ. എന്നാ പിന്നെ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് പറ, ആർക്ക് വേണ്ടിയാ നീ എന്നാ അങ്ങനെ ചെയ്തത്? നീയെ കൂടി നശിപ്പിച്ചത് ഒരു പെണ്ണിന്റെ ലൈഫാണ്. ആ കളിയിൽ നിന്റെ പങ്ക് എന്തായിരുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഹരി അവന്റെ കോളർ പിടിച്ചു പോക്കി വീണ്ടും കസേരയിലിരുത്തി അവന്റെ മുഖത്തേക്ക് ഉറ്റു നോക്കുമ്പോൾ മനീഷ് വളരെ വിയർക്കുന്നുണ്ടായിരുന്നു. ഭയം അവന്റെ സിരകളിൽ രക്തോട്ടം വർദ്ധിപ്പിച്ചു. രക്ഷപ്പെടാൻ ഒരു പഴുത് തിരഞ്ഞ് 4 പാട് നോക്കിയവൻ. പക്ഷേ ഹരിക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവന് ബോധ്യായി. ഹരിയേട്ടാ, സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. കാർത്തികേട്ടൻ എന്നെ രാവിലെ തന്നെ കാശ് ഏൽപ്പിച്ചായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഏട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാമെന്നും പറഞ്ഞിരുന്നു.
പക്ഷേ 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 ഹരിയേട്ടാ, ആ സമയത്താണ് അയാൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ആര്? ഹരി ആകാംക്ഷയോടെ മനീഷിന്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ അളിയൻ, ആ സെൽവൻ. അയാളാണ് കാശിടരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങില്ലെന്ന് കണ്ടപ്പോ എൻ്റെ ഫോണും കൊണ്ട് അയാൾ പോയത്. അപ്പം തന്നെ ഞാൻ കാർത്തികേട്ടനെ വിളിച്ചു. പക്ഷേ പരിധിക്ക് പുറത്തായിരുന്നു ആള്. ബാങ്കിൽ പോയി ചെയ്യാവെന്ന് കരുതിയപ്പോൾ അന്ന് ബാങ്ക് അവധിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഹരിയേട്ടാ? അത്രയും കാശ് ഞാൻ... അവൻ അയാൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടിയപ്പോൾ ഹരിപതി എഴുന്നേറ്റു. എന്നിട്ട് എൻ്റെ അളിയനിപ്പോൾ എവിടെയുണ്ട്? അറിയില്ല ഹരിയേട്ടാ, അയാളിപ്പോൾ അധികം ഇവിടെ ഉണ്ടാവാറില്ല. ആരൊക്കെ പറഞ്ഞ് കേട്ടു എവിടെ നിന്നോ കുറച്ച് കാശ് വന്ന് ചേർന്നിട്ടുണ്ടെന്ന്. മാത്രമല്ല ഇപ്പം ഇടയ്ക്കിടെ ഒരു കാറുണ്ട് അയാളുടെ കയ്യിൽ, വാടകയ്ക്ക് കൊണ്ടുവരുന്നതെന്ന് കേട്ടെ. അത് കേട്ട മാത്രമേ ഹരി പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞു. നീ ആ വണ്ടി കണ്ടിട്ടുണ്ടോ? ഏതാ വണ്ടി? അവൻ്റെ ആശ്ചര്യം നിറഞ്ഞ ചോദ്യം കേട്ട് മനീഷ് ഉണ്ടെന്ന് തലയാട്ടി. അതൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി ഹരിയേട്ടാ, ഒരു ചുവന്ന ഷിഫ്റ്റ്. ആ നിമിഷം ഹരി നിശബ്ദനായി. പിന്നെ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പതിയെ മുഖമുയർത്തി. പിന്നെ എല്ലാത്തിനും ഒരു രൂപരേഖ കിട്ടിയതുപോലെ കടയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങ് കൊച്ചിയുടെ വിരുമാറിലൂടെ ആ ചുവന്ന ഷിഫ്റ്റ് പതിയെ നീങ്ങിത്തുടങ്ങി. അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ അയാളും ഉണ്ടായിരുന്നു. പ്രതികാരത്തിൻ്റെ നാമ്പുകൾക്ക് മൂർച്ച കൂട്ടി പതിയിരുന്ന് ആക്രമിക്കുന്ന ആ കറുത്ത രൂപം. ആ രാത്രി ഉറങ്ങാൻ അവൻ കണ്ടെത്തിയത് ഹോട്ടൽ റൂമായിരുന്നു. സ്വന്തം വീടുണ്ടായിട്ടും അങ്ങോട്ട് പോകാനിപ്പോൾ മനസ്സനുവദിക്കുന്നില്ല. ഒത്തിരി സ്നേഹിച്ചിട്ടും തന്നോട് ദ്രോഹം മാത്രം ചെയ്യുന്ന പെങ്ങൾക്കരിയിലേക്ക് പോയാൽ ചിലപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് തോന്നി ഹരിക്ക്. അവളുടെ കുഞ്ഞുമോളെ ഓർത്ത് മാത്രമാണ് ഇത്രയും കാലം എല്ലാം സഹിച്ചത്. പക്ഷേ അയാൾ ചെയ്തെന്ന് ഓർക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ പ്രതികാരത്തിൻ്റെ അഗ്നിനാമ്പുകൾ ചിതറിത്തുടങ്ങി. തന്നോട് എന്തിനാണ് അയാൾക്ക് ഇത്രയും വാശിയെന്ന് എത്ര ആലോചിച്ചിട്ടും ഹരിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. കേവലം കുറച്ച് സ്വത്തിന് വേണ്ടിയാണെങ്കിലും എല്ലാം പെങ്ങളുടെയും മോളുടെയും പേരിൽ എഴുതി കൊടുക്കാൻ പോലും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോ ഒരു പെണ്ണ് കേസിലാണ് തുടക്കം. ഇതിപ്പോ വേറൊരു പെണ്ണ് കേസ് വരെ എത്തിയിരിക്കുന്നു. അയാളുടെ ധൈര്യം, അതും മായ വരെ അയാള് ഓർക്കുമ്പോൾ ഹരിയുടെ ഇടനെഞ്ച് പിടച്ചു. കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു വന്ന പെണ്ണിനെ ഒരു നിമിഷം പോലും അതിന് സമ്മതിക്കാത്ത വിധം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. മനീഷ് പറഞ്ഞത് ശരിയാണെങ്കിൽ സെൽവന് ഇതിൽ കാര്യമായ പങ്ക് തന്നെയുണ്ട്. പക്ഷെ ഒന്നുറപ്പാണ്, സെൽവനോടൊപ്പം ഒരാൾ കൂടെയുണ്ട് എന്നത്. അന്ന് ഹോട്ടൽ മുറി ഉണ്ടായിരുന്ന 2 പേരാണെന്ന് സുബിൻ പറഞ്ഞതാണ്. അതിൽ ഒരാൾ സെൽവനാണെങ്കിൽ മറ്റേയാള്... അവന്റെ മനസ്സിൽ ചില നിയമനങ്ങളുണ്ടായിരുന്നു. ആ വഴിക്ക് തന്നെയാണ് ഇപ്പൊ സഞ്ചരിക്കുന്നതും. അങ്ങനെയെങ്കിൽ ആ രണ്ടാമൻ അവനാണ്. ഹരി എന്തോർത്തുകൊണ്ട് പല്ലുകൾ ഞെരിച്ചു. അതവന് ഉറക്കം വരത്ത രാത്രിയായിരുന്നു. അതുപോലുള്ള 2 രാത്രികൾ നാട്ടിലവൻ കഴിച്ചുകൂട്ടി. അതിനിടയിൽ മനസ്സിനെ പിടിച്ചുലച്ച ചില യഥാർത്ഥങ്ങളുടെ ചുരുളഴിക്കാൻ ശ്രമിക്കുമായിരുന്നു ഹരി. അന്ന് രാത്രി അവൻ പോയത് മനീഷിന്റെ കടയിലായിരുന്നു. അവനെ കണ്ടപ്പോൾ മനീഷ് പേടിയോടെയാണ് എഴുന്നേറ്റത്. 2 ദിവസം മുന്നേ വീണ വീഴ്ചയുടെ വേദന ഇതുവരെ കുറഞ്ഞിട്ടില്ല. അത് കുറേ മുന്നേ ഇനിയും ഇടിക്കാനാണോ ഇയാൾ വന്നെന്ന് ചിന്തിച്ചു നിൽക്കുന്ന മനീഷിനോട് ചിരിച്ചുകൊണ്ട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു ഹരി. നീ ഇങ്ങനെ പേടിക്കണ്ട, നിന്നെ തല്ലാനും കൊല്ലാനൊന്നും വന്നല്ല ഞാൻ. ചില സംശയങ്ങൾ കൂടെയുണ്ട്. അതിനുള്ള ഉത്തരം കൂടെ നിന്നിൽ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം, അത്രേ വേണ്ടൂ. കേട്ടപാതി മനീഷ് കയ്യിലെ ഫോൺ ഹരിക്ക് നേരെ നീട്ടി. പുഞ്ചിരിയോടെ അത് വാങ്ങി നമ്പർ ഓർത്തെടുത്ത പോലെ ഡയൽ ചെയ്തു അവൻ. ഏറെ നേരം റിങ് ചെയ്ത ശേഷമാണ് അപ്പുറത്ത് ഫോൺ എടുത്തത്. വാസുവേട്ടാ, ശരിയാണ്. അവൻ ആവേശത്തോടെയാണ് വിളിച്ചത്. പക്ഷേ അപ്പുറത്തുനിന്ന് കേട്ടതും ഒരു സ്ത്രീയുടെ തേങ്ങലായിരുന്നു. നിങ്ങളൊക്കെ കൂടി കൊണ്ടുപോയിട്ട് ഇപ്പൊ അനങ്ങാൻ പറ്റാതാക്കിയില്ല അയാളെ. ഞങ്ങൾക്ക് ആകെയുള്ള ധൈര്യമായിരുന്നു, അതുകൂടി അന്നേ ഞാൻ അദ്ദേഹനോട് പറഞ്ഞതാ, എവിടെയെങ്കിലും കിടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ഓറും ചെയ്യാൻ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ആരും ഇല്ലാതെ ആക്കരുതെന്ന്. അവസാനം അതുപോലെ തന്നെ ആയില്ലേ, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ഞങ്ങൾ ചെയ്തത്. അപ്പുറത്തെങ്കിൽ പൊട്ടിക്കരച്ചിലായെന്ന് ഹരിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചെന്ന് ശരിക്കും മനസ്സിലായില്ല അവന്. ഒന്ന് മാത്രം മനസ്സിലായി, വാസുവേട്ടന് എന്തോ ആപത്ത് പിണഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ നിന്നിരുന്നേ, ഫോണിലോർന്ന് വിളിച്ചു പറയാതെ. ആ ശബ്ദം വർഷയുടെയാണെന്ന് ഹരിക്ക് മനസ്സിലായി. ഹലോ ഹലോ വർഷ. അവന്റെ വെപ്രാളം കണ്ട് അമ്മയുടെ വാക്കുകൾ ഹരിയെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് വർഷയ്ക്ക് മനസ്സിലായി. ആ ഹരിയേട്ടാ, വർഷയാണ്.
വർഷ വാസുവേട്ടൻ? ഉദ്യോഗം നിറഞ്ഞ അവന്റെ ചോദ്യം കേട്ടപ്പോ വർഷ അമ്മയെ നോക്കി. പിന്നെ അവളാണ് സംസാരിച്ചു തുടങ്ങിയത്. ഹരിയേട്ടാ, അച്ഛൻ ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഒരു കാർ ഇടിച്ചെന്നാണ് ഇവിടെ എത്തിച്ചിട്ടുള്ള ഒരാൾ പറഞ്ഞത്. കാലിനും കൈയിനും തലയ്ക്കും ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കാര്യമായിട്ട് ഒന്നുമില്ല. പക്ഷേ തലയ്ക്ക് പറ്റിയ ക്ഷതത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതുവരെ അബോധാവസ്ഥയിൽ തന്നെയാണ് അച്ഛൻ. പേടിക്കണ്ട, അത് ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞത്. പിന്നെ അമ്മ പറഞ്ഞൊന്നും ഹരിയേട്ടൻ കാര്യാക്കണ്ട, അമ്മയുടെ വിഷമം കൊണ്ടാ. അവൾ പറയുന്നതെല്ലാം കേൾക്കുന്നതല്ലാതെ മറുപടി പറയാൻ കഴിയുന്നില്ലായിരുന്നു ഹരിക്ക്. ഒരു ബന്ധവുമില്ലാത്ത ഒരാള് മായ്ക്ക് വേണ്ടി ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ ഇറങ്ങി തിരിച്ച മനുഷ്യൻ. ഇതുപോലുള്ളവർ ഇക്കാലത്ത് ഒന്നോ രണ്ടേ ഉണ്ടാവൂ. പക്ഷേ അതിന്റെ പേരിൽ സ്വന്തം ജീവനും പോലും ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും. അയാൾ ഓർക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ നനഞ്ഞു. എത്രയും വേഗം കൊച്ചിയിലെത്തണം, വാസുവേട്ടനെ കാണണം. പിന്നെ വർഷ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ ഇടിച്ച കാറ് ചുവന്ന ഷിഫ്റ്റ് ആണെങ്കിൽ ആയിരിക്കാനാണ് സാധ്യത. മുന്നേ ആ കാറ് പിന്തുടരുന്നതായിട്ട് വാസുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താൻ അന്വേഷിക്കുന്ന രണ്ടുപേരും ഇപ്പോൾ കൊച്ചിയിലുണ്ട്, സെൽവനും പിന്നെ. ഹരി വേഗം ഫോൺ ഓഫ് ചെയ്ത് കാർത്തിക് നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. നീ എവിടെ? എന്താടാ? ഞാനിപ്പോൾ മഞ്ചേരി ഉണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു സ്ഥലം നോക്കാൻ വന്നതാ. എന്തു പറ്റി? ഒന്നുമില്ല, നീ നേരെ കൊച്ചിയിലേക്ക് വാ. നമ്മൾ അന്വേഷിക്കുന്നവന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവനിപ്പോൾ കൊച്ചിയിൽ തന്നെയുണ്ട്. ഹരിയുടെ വാക്കുകൾ കേട്ട് കാർത്തിക് ഒന്ന് പുഞ്ചിരിച്ചു. എങ്കി നീ വിട്ടോ ഹരി, ഞാൻ നേരെ അങ്ങ് വരാം. അവന്റെ സന്തോഷം കണ്ട് ഹരി മൂളലോടെ ഫോൺ കട്ട് ചെയ്തു. പിന്നെ തിരികെ മനുഷ്യൻ നേരം നീട്ടി. ഇനി ഒരു കാര്യം കൂടി നിനക്കറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഹരി മനുഷ്യൻ നേരെ മുഖത്തോട് മുഖം നോക്കി. ചോദ്യം കേൾക്കാനായി മനീഷും. ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.